ഹായ്, വെൽക്കം ടു ട്രിക് ചാനൽ. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന എല്ലാവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു സെറ്റിങ്സാണ്. ഫേസ്ബുക്കിൽ നമ്മളെ രഹസ്യ അനുവാദത്തോടു കൂടി തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പല ആപ്പുകളും അതുപോലെ നമ്മൾ കയറുന്ന പല വെബ്സൈറ്റുകളും നമ്മുടെ ബാങ്ക് ട്രാൻസാക്ഷൻ എല്ലാം ഫേസ്ബുക്ക് രഹസ്യമായി സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൈവസി സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഫേസ്ബുക്കിൽ പോയി നമ്മുടെ ക്ലിയർ ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി നമ്മുടെ ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഈ അബവ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഇവിടെ ഒന്ന് കൂടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വരിക. അതിൽ നമ്മൾ മുകളിലത്തെ സെർച്ച് ബാറിൽ ആക്ടിവിറ്റി എന്ന് സെർച്ച് ചെയ്യുക. ആക്ടിവിറ്റി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഓപ്ഷൻ കാണിക്കും, യുവർ ആക്ടിവിറ്റി ഓഫ് മെറ്റ ടെക്നോളജീസ്. ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴത്ത് റീസെൻ്റ് ആക്ടിവിറ്റി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു ആപ്പ് ഓപ്ഷന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പാസ്വേഡ് നിർബന്ധമായും കൊടുക്കേണ്ടതുണ്ട്. പാസ്വേഡ് ചോദിക്കും. ഞാനിതിനു മുന്നേ ഇത് പാസ്വേഡ് കൊടുത്ത് ഓപ്പൺ ആക്കിയത് കൊണ്ട് എനിക്ക് ഇപ്പോൾ പാസ്വേഡിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പല ആപ്പുകളും ഇവിടെ കാണിക്കുന്നുണ്ട്, ഫേസ്ബുക്കിൽ രഹസ്യമായി സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ ആരോ മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. മുകളിൽ ഇവിടെ ഡിസ്കണക്റ്റ് എന്ന് കൊടുക്കുക. അവിടെ താഴത്ത് കൺഫേം ചെയ്യുക. ഇനി ഇവിടെ ഒരുമിച്ച് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലത്തെ ഈ ഒരു ഓപ്ഷൻ ക്ലിയർ റോയ്സ് ആക്ടിവിറ്റി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വലതുവശത്തായിട്ടുള്ള ഈ ക്ലിയർ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താഴത്ത് ക്ലിയർ റോയ്സ് ആക്ടിവിറ്റി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിയർ ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമ്മുടെ എല്ലാ ഫേസ്ബുക്കിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഭാവിയിൽ ഇത് ഡിസ്കണക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴത്ത് ഈ ഒരു ഓപ്ഷൻ മാനേജ് ഫ്യൂച്ചർ ആക്ടിവിറ്റി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴത്തെ ഈ ഒരു ഓപ്ഷൻ ഒന്ന് ഓൺ ആക്കിയിടുക. എന്നിട്ട് ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ താഴത്ത് ഡിസ്കണക്റ്റ് ഫ്യൂച്ചർ ആക്ടിവിറ്റി. ഇപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫോണിലും നിങ്ങൾക്ക് ഈ ഒരു സെറ്റിങ്സ് നിർബന്ധമായും ചെയ്തിരിക്കണം, നമ്മുടെ പ്രൈവസി സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ. തീർച്ചയായും നല്ല നല്ല അറിവുകൾക്കായി ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.